കേരളത്തിലെ വനമേഖലകളിൽ ടൂറിസം സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി മൈക്രോ ലെവലിലുള്ളത് മുതൽ ഉന്നത നിലവാരമുള്ള ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ നവീകരിച്ച ഗവി ഇക്കോ ടൂറിസം സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ടൂറിസം വകുപ്പ് 1.9 കോടി രൂപയാണ് ഗവിയിലെ ഇക്കോ ടൂറിസം സെന്ററിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നവീകരിക്കുന്നതിനായി അനുവദിച്ചത്. സഞ്ചാരികൾക്ക് താമസിക്കുന്നതിനായി ആധുനീകരിച്ച ഇക്കോ കോട്ടേജുകൾ, ഭക്ഷണശാല, ബോട്ടിംഗ് സംവിധാനങ്ങളും നവീകരിച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഗവി ഇക്കോ ടൂറിസം സെന്റർ പ്രവർത്തിക്കുന്നത്. നവീകരിച്ച ഗവി ഇക്കോ ടൂറിസം സെന്റർ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗവിയിൽ നിന്ന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ഒരു സെന്ററിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇവിടെ സംസാരിച്ചവരെല്ലാം, പ്രത്യേകിച്ചും MLA, ഒരു വലിയ ചിത്രമാണ് ഇത് സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ട്. അതുകൊണ്ട് കൂടുതൽ ആ കാര്യം ഇനി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സംസ്ഥാനം മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ ടൂറിസം വികസന മേഖലയിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ലോകത്ത് തന്നെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് 50-ൽ 1 സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നത് അഭൂതപൂർവമായ വളർച്ചയാണ് ഈ മേഖലയിൽ ടൂറിസം വകുപ്പ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പുതിയ ഉണർവോടുകൂടി കേരളത്തിന്റെ എല്ലാ മേഖലകളിലും എവിടെയൊക്കെയാണോ അത് വികസിപ്പിക്കാനുള്ള സാധ്യതയുള്ളത്, ആ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം അത് കണ്ടെത്തി മൈക്രോ നിലവാരം തൊട്ട് ഉന്നത നിലവാരം വരെയുള്ള ടൂറിസം വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതിയും MLAയും ചെയർപേഴ്സണും വ്യക്തമാക്കിയതുപോലെ ടൂറിസം വകുപ്പിന്റെ പണം ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങൾ ഹൈറേഞ്ച് പോലുള്ള വനമേഖലയാണ്. അത് വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA അധ്യക്ഷത വഹിച്ചു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, വൈസ് പ്രസിഡന്റ് ES സുജ, സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രമോദ്, വാർഡംഗം ഗംഗമ്മ മുനിയാണ്ടി, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ്, KFDC മാനേജിംഗ് ഡയറക്ടർ ജോർജി P. മാത്തച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി.